ഹലോ, ഇസ്മി അജീഷ്. അങ്ങനെ ടൂറിസ്റ്റ് ഫാമിലി കണ്ടിരിക്കുകയാണ് ശശികുമാറിന്റെ ചിത്രം. ഇതൊരു പക്ക പക്ക ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ്. ശശികുമാർ, സിമ്രൻ, പിന്നെ രണ്ട് മക്കൾ, അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു ഫാമിലി. ഇവർ ശ്രീലങ്കൻ ഫാമിലിയാണ്. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ കാരണം അവിടെ നിന്ന് കപ്പൽ കയറി, കപ്പലിലെ ബോട്ടിൽ കയറി അവർ ഇന്ത്യയിലേക്ക് എത്തും, തമിഴ്നാട്ടിലേക്ക് എത്തും. പിന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെങ്ങനെ അവിടെ സർവൈവ് ചെയ്യുമെന്നുള്ള ഒരു കാര്യങ്ങളാണ് സിനിമ കഥ പറയുന്നത്. അതിഗംഭീരമായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സീൻ പോലും, ഒരു 5 മിനിറ്റ് സീൻ പോലും നമുക്ക് ലാഗ് അടിക്കുകയോ ബോറടിക്കുകയോ ഒന്നും ചെയ്യാതെ നല്ല ഒഴുകി അങ്ങ് പോകുന്ന ഒരു നല്ലൊരു പുഴ ഒഴുകി പോകുന്ന ഒരു ഓളത്തിന് നമുക്ക് ഈ പടം കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചിറങ്ങി വരാൻ പറ്റുന്ന ഒരു ഗംഭീരമായൊരു പടം. ഇത് ഒരുപാട് തിയേറ്ററുകളിൽ ഇല്ല, റിലീസായപ്പോൾ തന്നെ തിയേറ്റർ കുറവാണ്. പിന്നെ ഇപ്പോൾ 2-3 മലയാള പടങ്ങൾ ഇറങ്ങിയപ്പോൾ ഒട്ടും ഉള്ള തിയേറ്ററും കൂടെ കുറഞ്ഞു, ഇപ്പോൾ ഒട്ടും തിയേറ്റർ ഇല്ലാതായി. പരമാവധി നിങ്ങളിത് തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ ദൂരെയാണെങ്കിലും പോയി പരമാവധി ഈ പടം ഒന്ന് കാണാൻ ശ്രമിക്കുക. ഈ പടത്തിന് അർഹതപ്പെട്ട ഒരു വിജയം കിട്ടണം. അതുപോലത്തെ ഗംഭീരമാണ് പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ക സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു പടമാണ്. ഇതിൽ ആ ഫാമിലി എന്ന് പറഞ്ഞാൽ അതിലൊരു ഇളയ പയ്യനുണ്ട്, ശശികുമാറിന്. ആ പയ്യൻ കസറിയിട്ടുണ്ട്. അവന്റെ 2-3 സ്ഥലങ്ങളിൽ അവൻ കയറി സ്കോർ ചെയ്യുന്ന സീനുണ്ട്. ഉഗ്രൻ സാധനമാണ്. ഡാൻസ് കളിക്കുന്ന ഒരു സീൻ വരും. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അറിയാതെ കൈയടിച്ചു പോകും. ഞാനും നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോയി കണ്ടത്. നമ്മളൊക്കെ അറിയാതെ കൈയടിച്ചു ആ സീൻ. അമ്മാതിരി സാധനമായിരുന്നു. നമുക്ക് കൈയടിക്കാനും ചിരിക്കാനും നമുക്ക് എമോഷണലി കണക്ട് ആവാനും എല്ലാം ഒരുപാടുണ്ട് പടത്തിൽ. പടത്തിലുള്ള ഓരോ എമോഷൻ സീനൊക്കെ നമ്മൾ അത്ര ഹാർട്ട് ടച്ച് ചെയ്യും പടം. കാരണം അവർ സ്ക്രീനിൽ കരയുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യും. നമുക്ക് ഇവിടെ ഇരുന്ന് കരയാൻ തോന്നും. അവർ ചിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചിരിക്കാൻ തോന്നും. അതാണ് ഒരു പടം നമുക്ക് കണക്ട് ആകുമ്പോഴുള്ള ഫീൽ. അവരെന്ത് സ്ക്രീനിൽ കാണിക്കുന്നു അത് നമുക്ക് ഇവിടെ കിട്ടണം. അതാണ് പടം. അല്ലാതെ അവരവിടെ കരയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചിരി തോന്നരുത്, എന്നാ പടം കണക്ട് ആയില്ല. പക്ഷെ ഇതങ്ങനെ അല്ല. എമോഷൻ സീൻസ് ഒക്കെ ഉണ്ടല്ലോ, ഓരോ ക്യാരക്ടേഴ്സും അത് പെർഫോം ചെയ്തിരിക്കുന്ന രീതി അന്യായ സാധനം. ശശികുമാറൊക്കെ ഇജാതി പെർഫോമൻസ്. എല്ലാവരും പടത്തിലുള്ള ഓരോ ക്യാരക്ടേഴ്സും ഇജാതി പെർഫോമൻസ്, ഒരു രക്ഷയില്ല. ആ 2 പയ്യന്മാരുൾപ്പെടെ കിഡിലം. അവനങ്ങ് അടിപൊളിയായിട്ട് ചെയ്തു. ഒരു രക്ഷയില്ല, ഗംഭീര പടം. ടൂറിസ്റ്റ് ഫാമിലി കിഡിലം പടം. പരമാവധി എല്ലാവരും പോയി കാണുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കാണാത്തവർ പരമാവധി കാണാൻ ശ്രമിച്ചിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അത്രേ ഉള്ളൂ ടൂറിസ്റ്റ് ഫാമിലി.